പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ. പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ അതിൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ, ഇഫ് an event A happen in n1 ways and another event B happen in n2 ways, then both the event A and B can happen in a specified order is n1 into n2. ഇതായിരിക്കും പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ്റെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. 3 root from x to y and 2 root from y to z, then the destination z can reach from x in 6 ways. That is fundamental principle. എക്സിൽ നിന്ന് വൈയിലേക്ക് 3 റൂട്ടുകളുണ്ട്, വൈയിൽ നിന്ന് സെൻറ്റിലേക്ക് 2 റൂട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സിൽ നിന്ന് സെൻറ്റിലേക്ക് റീച്ച് ചെയ്യാൻ 3 into 2 6 6 റൂട്ടുകളുണ്ടായിരിക്കും. 1 2 3 4 5 6. This is a fundamental principle behind permutation and combination. First one, permutation. Permutation means this arrangement ആണ്. ഒരു n given ഒബ്ജക്റ്റുകളിൽ നിന്ന് r ഒബ്ജക്റ്റുകൾ എത്ര രീതിയിലെടുക്കാം എന്നുള്ളതാണ്, എത്ര അറേഞ്ച്മെൻറ്റിൽ എടുക്കാം എന്നുള്ളതാണ് പെർമ്യൂട്ടേഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. അതായത് n ഒബ്ജക്റ്റുകളിൽ നിന്ന് r ഒബ്ജക്റ്റുകൾ എത്ര അറേഞ്ച്മെൻറ്റിൽ നമുക്ക് സെലക്ട് ചെയ്യാം, അതാണ് പെർമ്യൂട്ടേഷൻ. അതിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് NPR. പെർമ്യൂട്ടേഷൻ NPR. n ഒബ്ജക്റ്റുകളിൽ നിന്ന് r ഒബ്ജക്റ്റുകൾ എത്ര രീതിയിൽ നമുക്ക് എത്ര അറേഞ്ച്മെൻറ്റിൽ സെലക്ട് ചെയ്യാം, അതാണ് NPR. ഫോർ 3 ഒബ്ജക്റ്റുകളാണുള്ളതെങ്കിൽ A B C, 3 സ്റ്റുഡൻസ്, ഈ 3 സ്റ്റുഡൻസിൽ 2 സ്റ്റുഡൻസുകളെ എത്ര അറേഞ്ച്മെൻറ്റിൽ സെലക്ട് ചെയ്യാം, ദാറ്റ് ഈസ് 3P2. 3P2. അതായത് 3 സ്റ്റുഡൻസിൽ 2 സ്റ്റുഡൻറ്റുകളെ എത്ര അറേഞ്ച്മെൻറ്റുകൾ സെലക്ട് ചെയ്യാം. ഒന്ന് എ ബി സെലക്ട് ചെയ്യാം, BC സെലക്ട് ചെയ്യാം, AC സെലക്ട് ചെയ്യാം, ദെൻ BA സെലക്ട് ചെയ്യാം, CB സെലക്ട് ചെയ്യാം, CA സെലക്ട് ചെയ്യാം. ഇത്രയും അറേഞ്ച്മെൻറ്റുകൾ നമുക്ക് ഈ 3 സ്റ്റുഡൻറ്റുകളെ സെലക്ട് ചെയ്യാം. ഇതാണ് പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇതിനെ 3P2, ദാറ്റ് ഈസ് 3P2 നമ്പർ ഓഫ് അറേഞ്ച്മെൻറ്റ്. 3P2 ഈസ് 6. 3 സ്റ്റുഡൻറ്റുകളിൽ 2 സ്റ്റുഡൻറ്റുകളെ എത്ര രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാം എന്നുള്ളത് 6 വേസിലാണ് സെലക്ട് ചെയ്യുന്നത്. അതാണ് പെർമ്യൂട്ടേഷൻ. അപ്പോൾ നമുക്ക് പെർമ്യൂട്ടേഷൻ കാണാൻ വേണ്ടി ഇക്വേഷൻ യൂസ് ചെയ്യുന്നത് NPR is equal to n factorial divided by n minus r factorial. ഇതാണ് പെർമ്യൂട്ടേഷൻ കാണാനുള്ള ഇക്വേഷൻ. ഇത് വെച്ചാണ് നമ്മൾ ഓരോ പെർമ്യൂട്ടേഷനും കാണുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം. 5P4. 5 ഒബ്ജക്റ്റുകളിൽ നിന്ന് 4 ഒബ്ജക്റ്റുകൾ എത്ര അറേഞ്ച്മെൻറ്റുകൾ സെലക്ട് ചെയ്യാം, ദാറ്റ് ഈസ് n factorial. n is 5 factorial divided by n minus r factorial. 5 minus 4 1 factorial. That is 1 factorial is 1. 5 factorial. 5 factorial is 1 into 2 into 3 into 4 into 5. That is 5 factorial. 2 6 24 into 120. 5P4 is 120. This is permutation. Next, combination. Combination എന്ന് പറഞ്ഞാൽ പെർമ്യൂട്ടേഷൻ പോലെ തന്നെ ഇവിടെ ഗ്രൂപ്പിംഗ് ആണ്, അറേഞ്ച്മെൻ്റ് അല്ല. ഇവിടെ ഗ്രൂപ്പിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു കളക്ഷൻ. അതിനെയാണ് നമ്മൾ കോമ്പിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ n ഒബ്ജക്റ്റുകളിൽ നിന്ന് r ഒബ്ജക്റ്റുകൾ എത്ര കോമ്പിനേഷനിൽ സെലക്ട് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യുന്നത് NCR എന്നായിരിക്കും. n ഒബ്ജക്റ്റുകളിൽ നിന്ന് r ഒബ്ജക്റ്റ് എത്ര കോമ്പിനേഷനുകളായി സെലക്ട് ചെയ്യാം. കോമ്പിനേഷൻ ആകുമ്പോൾ അവിടെ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ABC 3 സ്റ്റുഡൻസ് ആണ്. ഈ 3 സ്റ്റുഡൻസുകളിൽ നിന്ന് 2 സ്റ്റുഡൻസിനെ എത്ര കോമ്പിനേഷനിൽ സെലക്ട് ചെയ്യാം, അത് ഡിനോട്ട് ചെയ്യുന്നത് 3C2. 3 സ്റ്റുഡൻസിൽ 2 സ്റ്റുഡൻറ്റുകളെ എത്ര കോമ്പിനേഷനെ സെലക്ട് ചെയ്യാം, അതായത്
എ ബി ബി സി സി എ. ഇവിടെ കോമ്പിനേഷനാണ് എ ബി, ദെൻ ബി എ അലോഡല്ല, അത് അറേഞ്ച്മെൻ്റ് ആയിരിക്കും, അത് പെർമ്യൂട്ടേഷനാണ്. ഇവിടെ കോമ്പിനേഷൻ, അതായത് 3C2 ഈസ് ഈക്വൽ ടു 3. 3 രീതിയിലാണ്, 3 കോമ്പിനേഷനിലാണ് ഈ മൂന്ന് ഒബ്ജക്റ്റുകളിൽ നിന്ന് 2 ഒബ്ജക്റ്റുകളെ 3 രീതിയിൽ മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയുക. അതിൽ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n മൈനസ് r ഫാക്ടോറിയൽ ഇൻറ്റു r ഫാക്ടോറിയൽ. അതായിരിക്കും 3C2. ഇവിടെ കിട്ടിയത് 3C2 ഈസ് ഈക്വൽ ടു 3 factorial divided by n minus r factorial, 3 minus 2, 1 factorial into r factorial, r is 2 factorial, that is 3 factorial is 1 into 2 into 3, 1 factorial is 1, 2 factorial is 1 into 2, that is 1 into 2 into 3 is 6 divided by 1 into 2, 2, that is 3. This 3C2 is 3. ഇതായിരിക്കും, ഇതാണ് കോമ്പിനേഷൻ. കോമ്പിനേഷനിൽ വരുന്ന റിസൾട്ട് നോക്കുക. NCN is NCR is n factorial divided by n minus r factorial r factorial. So NCN is n factorial divided by n minus r factorial, n minus n factorial, that is 0 factorial into n factorial. അപ്പോൾ n factorial can see the 1. NCN is 1. NC0 is n factorial divided by n minus 0 factorial into 0 factorial. N minus 0 factorial is n factorial. 0 factorial is 1. 0 factorial is 1. So n factorial divided by n factorial, that is 1. NC0 is 1. NCN is